Good morning, students. Welcome to today's class. Today we are discussing about AES transformation function. That is four states of transformations under the warning. Four states of transformation functions are in section discuss another. So first stage is substitute bytes. Then second one is first stage is substitute byte. Then second one is that is sub bytes. Second one is shift rows. Third one is mixed columns, and the fourth one is add round key. The substitute byte is a type of substitution technique. Shift rows is a permutation technique. Mixed column and add round key. These are substitute techniques. Mixed column number arithmetic operations are add round key XOR with the key. Okay, so first we substitute byte transformation. So this normally AES encryption and decryption നടക്കുമ്പോഴുള്ള ഒരു ഫുൾ സ്റ്റേജ് നമുക്ക് ഇതിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് സബ് ബൈറ്റ് ഫസ്റ്റ് നമുക്ക് എന്തൊരു മാട്രിക്സ് 4x4 മാട്രിക്സ് തരും. അതിൽ സബ് ബൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് അല്ലെങ്കിൽ സബ് ബൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർവേഡ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. ഫോർവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ പ്രോസസ്സിലും ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് ഡിക്രിപ്ഷൻ പ്രോസസ്സിലാണ്. ദ ഫോർവേഡ് ബൈറ്റ് ട്രാൻസ്ഫോർമേഷൻ കാർഡ് സബ് ബൈറ്റ്സ് എന്നും പറയാം. ഓക്കെ, അതിന്റെ ഫോർവേഡ് ട്രാൻസ്ഫോർമേഷന് ഒരു എസ് ബോക്സ് ഉണ്ട്, ലുക്കപ്പ് ടേബിൾ ഉണ്ട്. ഓക്കെ, സിമ്പിൾ ടേബിൾ ലുക്കപ്പ് എസ് ബോക്സിന്റെ ടേബിൾ ഉണ്ട്. ആൻഡ് ഓൾസോ റിവേഴ്സിനും ഒരു ഇൻവേഴ്സ് S table. AES defines a 16 by 16 matrix of byte values. Okay, S box is 16 by 16 matrix called a S box that contains a permutation of all possible 256 8-bit values. Ella possible 16 by 16 matrix ella values idil namukku ee oru S matrix X box il thannittund. Okay, adu namukku nokkam. Each individual byte of state is mapped into a new byte is the following way. Okay, ഓരോ ബൈറ്റ് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു സംഭവം എടുക്കുകയാണെന്ന് നോക്കാം. ഓരോന്നിലും ലെഫ്റ്റ് സൈഡും ഉണ്ടാവും, റൈറ്റും ഉണ്ടാവും. ലെഫ്റ്റ് ബിറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റ് ബിറ്റും ഉണ്ടാവും. ദ ലെഫ്റ്റ് മോസ്റ്റ് 4 ബിറ്റ്, അതായത് ഓരോന്നും ഒരു ബൈറ്റ് ആണ് ഉണ്ടാവുക. ഓരോന്നും ഓരോ സ്റ്റേറ്റിലുള്ള ഓരോ എലമെന്റ്സും ഓരോ സിംഗിൾ ബൈറ്റ് ആവും. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് 4 ബിറ്റ്സ് ആർ യൂസ്ഡ് ആസ് ദ റോ വാല്യൂ. റോ വാല്യൂ ആണ് 4 ബിറ്റ് യൂസ് ചെയ്യുക. ആൻഡ് ദ rightmost 4 bits are used as the column value. Rightmost വരുന്ന 4 bit നമ്മൾ column value ആണ് യൂസ് ചെയ്യുന്നത്. These row and column value serve as the indices to the S box to select the unit 8-bit output. Okay, എന്നിട്ട് S box എന്ന് നമുക്ക് കിട്ടുന്ന ഒരു മാട്രിക്സിന്റെ നമുക്ക് ഒരു സ്റ്റേറ്റ് മാട്രിക്സ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇൻപുട്ട് മാട്രിക്സ്, അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് മാട്രിക്സിന്റെ ഫോമിൽ 4x4 മാട്രിക്സ് ആയിരിക്കും. 16 മാട്രിക്സ്, 16 ബൈറ്റ് ഉള്ള 4x4 മാട്രിക്സ്. ഈ 4x4 മെട്രിക്സിലെ വാല്യൂസില് ഓരോ വാല്യൂസിന്റെ ഫസ്റ്റ് ലെഫ്റ്റ് 4 ബിറ്റ് നമുക്ക് അതിന്റെ നമ്മുടെ എസ് ബോക്സിന്റെ റോയും അടുത്ത 4 ബിറ്റ് നമ്മുടെ എസ് ബോക്സിന്റെ കോളം ജോയിൻ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതിൽ ഞാൻ 1 എക്സിൽ 1ഉം വൈയിൽ 1 എടുത്തിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വെക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ 95 ആണെങ്കിൽ 9th റോയും 5th കോളം എടുക്കുക എസ് ബോക്സിൽ. അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ചെയ്താന്ന് വിചാരിച്ചോ. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് സ്റ്റേറ്റ് വാല്യൂന്റെ ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. സ്റ്റേറ്റ് വാല്യൂ പറയുമ്പോൾ 4x5 മെട്രിക്സിലാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ പ്ലെയിൻ ടെക്സ്റ്റും കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് AESന്റെ എൻക്രിപ്ഷൻ പ്രോസസ് ചെയ്യാണ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടി. ഓക്കെ, ഐ ടുക്ക് ദിസ് പ്ലെയിൻ ടെക്സ്റ്റ്. ഇങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടി. ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാന്ന് പറയുമ്പോൾ EA വാല്യൂ എടുക്കാം. ദിസ് ഇസ് ദ എസ് ബോക്സ്. EA വാല്യൂ എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഈ വാല്യൂ. ഓക്കെ, ഈ റോ നോക്കാം. EA വാല്യൂന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് E ആണ്. ഈ റോയും ഓക്കെ എ കോളം നോക്കാം. ഓക്കെ, ഈ റോയും എ കോളം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 87 ആണ്. സോ വി ഹാവ് 87 ഹിയർ. ഓക്കെ, സോ EA റീപ്ലേസ്ഡ് ബൈ 87. ഇനി സപ്പോസ് 04 നോക്കാം. 04 എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ 0th റോ ആൻഡ് 4 കോളം. 0th റോയും 4th കോളം എടുക്കുമ്പോൾ വി ഗെറ്റ് F2. F2 ആണ് നമുക്ക് 04ന് പകരം റീപ്ലേസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് F2. ഇത് നമുക്ക് 83 നോക്കാം. 83ലെ 8 റോയും 8ന്റെ റോയും 3ന്റെ കോളം എടുക്കാം. സോ 8 റോ ആൻഡ് 3rd കോളം. ദിസ് ഇസ് ദ 8 റോ ആൻഡ് 3rd കോളം. ദിസ് ഇസ് EC. സോ വി ഗെറ്റ് EC. സോ ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ 4x4 സ്റ്റേറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റിനെ ഞാൻ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്, അതായത് എസ് ബോക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഇത്. ഓക്കെ, ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നേരെ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ദിസ് ഇസ് ദ ഇൻവേഴ്സ്
എസ് ബോക്സ് ഇൻവേഴ്സ് എക്സ് ബോക്സ് ആണ് ഇത്. അപ്പൊ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് നോക്കാം. ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 8C ഓക്കെ 87 എടുക്കാം. 87 എടുക്കുമ്പോൾ വാട്ട് വി ഗെറ്റ് 8 റോയും 7 കോളും എടുക്കാം. ഓക്കെ 8th റോ ആൻഡ് 7th കോളം. ഓക്കെ വി ഗെറ്റ് ഇ എന്നാണ് കിട്ടുന്നത്. ഇ അല്ലേ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇൻവേഴ്സ് എക്സ് ബോക്സ് എടുക്കണം. ഓക്കെ ഇ. ഇനി നെക്സ്റ്റ് ഇത് എടുക്കാം 8C എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് എസ് ബോക്സിൽ 8th റോയും അതുപോലെ തന്നെ സിന്റെ കോളം എടുക്കാം. 8th റോയും ഓക്കെ 8th റോയും സിന്റെ കോളം എടുക്കാം. ദിസ് ഇസ് ദ 8th റോ ആൻഡ് സി. ഓക്കെ സിന്റെ കോളം 8th റോയും സിന്റെ കോളം വി ഗെറ്റ് F0 എന്നാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് 8Cയിൽ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് കിട്ടുന്ന F0. ഇങ്ങനെയാണ് ഓക്കെ ഇൻവേഴ്സ് കാണുന്ന ഡിക്രിപ്ഷൻ പ്രോസസ്സിലാണ്. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും ചെയ്യുന്നത്. എസ് ബോക്സ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ എസ് ബോക്സ് ഉണ്ടാക്കാനും നമ്മൾ എന്താ 0 to F വരെയുള്ള അതായത് 16 ബൈറ്റിന്റെ റോസും 0 to F വരെയുള്ള കോളം എടുത്തിട്ട് ജസ്റ്റ് ഒരു കോമ്പിനേഷനിൽ വെച്ചിട്ട് XOR കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് എടുത്താൽ നമുക്ക് കിട്ടിയ സ്റ്റേറ്റ് ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് മെട്രിക്സ്. ഇത് യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ള മെട്രിക്സ് ആണ് ഇത്. ഇനി ഈ ഒരു മെട്രിക്സ് ആണ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവാ. ഇനി അടുത്ത സ്റ്റേജ് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഓക്കെ ഇത് എസ് മെട്രിക്സിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ് ബോക്സ് ഓക്കെ എസ് ബോക്സിൽ 95 എന്നാണെങ്കിൽ 9th റോയും 5th കോളം ഒക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എസ് ബോക്സ് ഡിസൈൻ ബി റെസിസ്റ്റന്റ് ടു നോൺ ക്രിപ്റ്റനാലിസ്റ്റിക് അറ്റാക്ക്. നോൺ ക്രിപ്റ്റനാലിസ്റ്റിക് അറ്റാക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ് ഇത്. നോൺ ലീനിയർ ക്രിപ്റ്റനലൈസിസിലൊക്കെ വരുന്ന നോൺ ക്രിപ്റ്റനാലിസ്റ്റിക് അറ്റാക്ക് അതിൽ നിന്ന് റെസിസ്റ്റന്റ് ആണ് എസ് ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എസ് ബോക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നോൺ ലീനിയാരിറ്റി ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായതുകൊണ്ട് നോൺ ലീനിയർ ആണ്. ഇറ്റ് ഹാസ് എ ഡിസൈൻ ഹാസ് എ ലോ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ബിറ്റ്സ് ആൻഡ് ഔട്ട്പുട്ട് ബിറ്റ്സ്. ഔട്ട്പുട്ട് ഇസ് നോട്ട് എ ലീനിയർ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട്. ഇങ്ങനെ ഫസ്റ്റത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. ഓക്കെ അതായത് അറ്റാക്കർ നിന്നതായ സ്ട്രെങ്ത് കൂടും. അപ്പൊ എക്സ് ബോക്സ് വെച്ചിട്ട് ചെയ്തു. എക്സ് ബോക്സ് ചെയ്തിട്ട് നമുക്ക് ഉള്ള വാല്യൂ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകും. ദിസ് ഇസ് ദ നമ്മുടെ ഇൻപുട്ട് ആയിട്ടുള്ള ഓക്കെ ദിസ് ഇസ് ദ ഇൻപുട്ട് മെട്രിക്സ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇത് കിട്ടി. ദാറ്റ് ഇറ്റ്സ് 87 F2 എന്നൊക്കെ. ഇനി അതാണ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നത് ആ ഒരു മെട്രിക്സ്. ഓക്കെ കണ്ടോ 87 F2 EC ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട്. അതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഷിഫ്റ്റ് റോസ് ആണ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് റോസ്. അപ്പൊ ഷിഫ്റ്റ് റോസിൽ തന്നെ ഫോർവേഡ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഫോർവേഡ് ചെയ്യുന്നത് എൻക്രിപ്ഷനിലും റിവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ചെയ്യുന്നത് ഡിക്രിപ്ഷനിലുമാണ്. സോ ഷിഫ്റ്റ് റോസ് ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ് കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് റോസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഇൻ ഫോർവേഡ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനിൽ ഷിഫ്റ്റ് റോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓക്കെ ഷിഫ്റ്റ് റോ ട്രാൻസ്ഫോർമേഷന് ഷിഫ്റ്റ് റോസ് എന്ന് പറയും. ഇപ്പോൾ ഫോർവേഡിൽ 4 സ്റ്റെപ്സ് ആണ്. അതായത് ഫസ്റ്റ് റോ ഇപ്പൊ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിന്റെ. ഓക്കെ ഫസ്റ്റ് റോ നമ്മൾ നോട്ട് അൾട്ടർ ചെയ്യുന്നില്ല. സെക്കൻഡ് റോ 1 ബൈറ്റ് ലെഫ്റ്റ് അൾട്ടർ ചെയ്യും. തേർഡ് റോ 2 ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഫോർത്ത് റോ 3 ബൈറ്റ്. അതായത് ഫസ്റ്റ് റോ അൺചേഞ്ച് ചെയ്ത് വെക്കും, ചേഞ്ച് ഒന്നുമില്ല. സെക്കൻഡ് റോ 1 ലെഫ്റ്റ് ഷിഫ്റ്റ്. തേർഡ് റോ 2 ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ്. ഫോർത്ത് റോ 3 ബൈറ്റ് സർക്കുലർ ഷിഫ്റ്റ്. ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ എങ്കിൽ ഫസ്റ്റ് റോ ഒരു ചേഞ്ച് ഇല്ല അതുപോലെ വെക്കാം. ദാറ്റ് ഈസ് S00, 01, 02, 03. ദെൻ സെക്കൻഡ് റോ ഒരു സിംഗിൾ ഷിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരൊറ്റ ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഈ S11 ഇവിടെ എത്തും, S12 ഇവിടെ, S13 ഇവിടെ, ആൻഡ് S10 വിൽ ബി ഹിയർ. അപ്പോൾ S11, SN2, SN3. അപ്പോൾ ഒരു സിംഗിൾ ഷിഫ്റ്റ് കൊടുത്തു. തേർഡ് റോനെ 2 ഷിഫ്റ്റ് ആണ്. സോ S22 ഒന്ന് ജമ്പ് ചെയ്തു, 1, 2 ആയിട്ട് ജമ്പ് ചെയ്ത് S22 ഹിയർ, S23 ഹിയർ, S20 എന്താവും 1, 2. അപ്പൊ S20 ഇവിടെ വരും, S23, 21 ഇവിടെയും വരും. ഓക്കെ കണ്ടോ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാം. ദെൻ ഫോർത്ത് റോയില് 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. സോ S33 എവിടെ വരും? 1, 2, 3 3 ജമ്പ് ചെയ്യുമ്പോൾ S33 ഇവിടെ ആയിരിക്കും. S30 എങ്ങോട്ടാവും? 1,
2 3 S30 ഇവിടെ ആയിരിക്കും 3 1 3 2 ഓക്കെ അങ്ങനെയാണ് 3 ജമ്പ്. അപ്പോൾ നമുക്ക് ഇനി പ്രീവിയസിന്റെ അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിന്റെ ഔട്ട്പുട്ട് കിട്ടിയ മെട്രിക്സ് ഇവിടെ എടുക്കാം അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് കിട്ടിയ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിന്റെ ഔട്ട്പുട്ട്. ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് റോ അതുപോലെ വെച്ചു, സെക്കൻഡ് റോ ഒരു സിംഗിൾ ഷിഫ്റ്റ് കൊടുക്കാം. സോ 6E ഇവിടെ വരും, ദെൻ 4C 90 EC ഓക്കെ ഇങ്ങനെ വന്നു. ദെൻ സെക്കൻഡ് ഷിഫ്റ്റ് പറയുമ്പോൾ രണ്ടെണ്ണം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 46 1 2 46 എന്നുള്ള ഇവിടെ വരും, E7 എന്നുള്ള ഇവിടെ വരും, 4A എന്നുള്ള ഇവിടെ വരും. 46 E7 4A C3. ദെൻ ഫോർത്ത് റോയിൽ 3 ഷിഫ്റ്റ് ആണ്. സോ A6 വിൽ കം ഹിയർ, ദാറ്റ് ഈസ് ജംപ് 1 2 3 അങ്ങനെ 3 ആയിട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുന്നത്. സോ A6 ഹിയർ 8 3 എങ്ങനെ 3 പ്രാവശ്യം ജമ്പ് ചെയ്യും. സോ 1 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇവിടെ എത്തുക 3 2 3. So 8C will become here. Okay, 8C D895 ഇങ്ങനെയാണ്. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ഷിഫ്റ്റ് റോ. ഷിഫ്റ്റ് റോന്റെ ഔട്ട്പുട്ട് ആണ് ഇത്. ഇതാണ് ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നത്. ഷിഫ്റ്റ് റോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന മിക്സ് കോളാണ്. മിക്സ് കോളത്തേക്ക് ഈ ഒരു ഔട്ട്പുട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കേസ് ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ എങ്ങനെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് റോ നോ ചേഞ്ച്. ഇതിന് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ നോ ചേഞ്ച്, അപ്പൊ അതുപോലെ വരും. സെക്കൻഡ് റോ 1 റൈറ്റ് ഷിഫ്റ്റ് ആണ് വരിക. സോ 1 റൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കി അറിയാം 1 റൈറ്റ് ഷിഫ്റ്റ്. അപ്പൊ ഈ ഒരു EC ഇങ്ങോട്ട് എടുക്കും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 6E ഇങ്ങോട്ട് പോകും, 4C ഇങ്ങോട്ട് പോകും, 90 ഇങ്ങോട്ട് പോകും. അപ്പൊ ഇത് തന്നെ കിട്ടും. ഇതാവുമ്പോൾ 2 റൈറ്റ് ഷിഫ്റ്റ്. 2 റൈറ്റ് ഷിഫ്റ്റ് പറയുമ്പോൾ 6 3 ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. സോ ഈ പൊസിഷൻ എടുക്കും 6 3 4 6 ബാക്കിലോട്ട് വരും. സോ 1 2 ദാറ്റ് ഈസ് 4A പൊസിഷൻ എടുക്കും, ദാറ്റ് ഈസ് 4 6. ഇവിടെ ആകുമ്പോൾ 3 പൊസിഷൻസ് ബാക്ക് ആവും. സോ 95 വിൽ ബിക്കം ഇങ്ങനെ ഫസ്റ്റ് പൊസിഷൻ വരും, സെക്കൻഡ് പൊസിഷൻ 3 പൊസിഷൻ, അത് 95 ഇങ്ങോട്ട് വരും. അങ്ങനെ റൈറ്റിലോട്ട് റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ആണ് ഇൻവേഴ്സിൽ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് ഇൻവേഴ്സ് എടുത്താൽ ഈ സെയിം മെട്രിക്സ് കിട്ടും. സോ റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കോളം നോ ചേഞ്ച്, സെക്കൻഡ് റോ ഫസ്റ്റ് റോ നോ ചേഞ്ച്, സെക്കൻഡ് റോയില് ഇൻവേഴ്സ് റൈറ്റ് ഷിഫ്റ്റ് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക. ഇത് 2 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുക, ഇത് 3 ടൈംസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഷിഫ്റ്റിംഗിൽ വരുന്നത്. ദെൻ തേർഡ് ആയിട്ട് നമുക്ക് വരുന്നത് മിക്സ് കോളം ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഷിഫ്റ്റിംഗിന്റെ ഔട്ട്പുട്ട് ആണ് ഇത്. ഇതാണ് ഇനി മിക്സ് കോളം ട്രാൻസ്ഫോർമേഷനിലോട്ട് പോവാ. നമ്മളിപ്പോ സ്റ്റേറ്റ് മാട്രിക്സ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാണ്. മിക്സ് കോളം ട്രാൻസ്ഫോർമേഷൻ. മിക്സ് കോളം ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പറഞ്ഞ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ മിക്സ് കോളം ട്രാൻസ്ഫോർമേഷനിൽ ഫോർവേഡ് കൂടെ ഇൻവേഴ്സ് ഉണ്ട്. ഫോർവേഡ് നമ്മൾ നോർമൽ പറഞ്ഞ പോലെ എൻക്രിപ്ഷൻ പ്രോസസ്സിലും ഇൻവേഴ്സ് ഡിക്രിപ്ഷൻ പ്രോസസ്സിലും ചെയ്യാം. ഫോർവേഡ് മിക്സ് കോളംസ് ട്രാൻസ്ഫോർമേഷൻ മിക്സ് കോളംസ് എന്ന് പറയും. Okay, column individual on each, it operates on each column individually. ഓരോ കോളം ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ബൈറ്റ് ഓഫ് കോളം ഈസ് മാപ്ഡ് ഇൻ ടു ന്യൂ വാല്യൂസ് ഫംഗ്ഷൻ. അത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഉണ്ടല്ലോ, ആ ഒരു സെയിം ഫോർമാറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മിക്സ് കോളം വരുന്നത് നമ്മൾ ഈ ഒരു ടേം കിട്ടണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റോയും ഈ കോളും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഓക്കെ, അതായത് രണ്ട് ഇതും ഈ മെട്രിക്സ് ആണെന്ന് വിചാരിച്ചോ, ദിസ് ഇസ് ദ മെട്രിക്. സോ ഈ റോയും ഈ മെട്രിക്സിന്റെ ഈ കോളും മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദിസ് വാല്യൂ, ദാറ്റ് ഈസ് S00 into 2 plus S01 into 1 plus S02 into 1 plus 3 into S03. Then we get this value. ഈ വാല്യൂ കിട്ടാൻ ഈ റോയും ഓക്കെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ചെയ്യാം. ഓക്കെ, ഈ ടേം കിട്ടണമെങ്കിൽ ഓക്കെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ചെയ്യാം. ഓക്കെ, അങ്ങനെ നോർമൽ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന മിക്സ് കോളം ട്രാൻസ്ഫോർമേഷനിൽ ഒരു മെട്രിക്സ് തരും. മെട്രിക്സ് തരുമ്പോൾ ഇതിന്റെ മെട്രിക്സിന്റെ വാല്യൂസ് 1 2 3 എന്നുള്ള ഫോമിലുള്ള വാല്യൂസ് ആയിരിക്കും. അതായത് നമുക്ക് ഗാലോയ്സ് ഫീൽഡ് ഈച്ച് എലമെന്റ് ഇൻ ദ പ്രൊഡക്റ്റ് മെട്രിക്സ് ഇസ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് മെട്രിക്സ് products of elements of one row and the column. In this case, the integer additions multiplication performed Galois field of 2 raised to 8. 2 raised to 8 Galois field വരുന്ന values 1 2 3 ആ ഒരു ഫോർമാറ്റിലായിരിക്കും വരിക. The mixed column transformation single column of state is expressed as, ഓരോ കോളത്തിൽ ഞാൻ പറഞ്ഞ പോലെ this is the ഇങ്ങനെയാണ് വരുന്നത്. That is 2 into S00 ആ ഫോർമാറ്റ്, അത് 2 into S00 3 into S01 S2J 1 into S2J. ഓക്കെ, ആ ഫോർമാറ്റ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ ഇതാണ് നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയ, അതായത് ഷിഫ്റ്റ് റോസും കഴിഞ്ഞിട്ട് കിട്ടിയ ഔട്ട്പുട്ട് ആണ് ഇത്. ഓക്കെ, ഈ ഔട്ട്പുട്ടിനാണ് നമ്മൾ മിക്സ് കോളം ചെയ്യേണ്ടത്. സോ ഇത് 87 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് നോക്കാം. സോ
ഇതിന്റെ കൂടെ ചെയ്യേണ്ട മെട്രിക്സ് ആണ് ഇത്. ഓക്കെ, ദാറ്റ് ഈസ് 2. ഇതിന്റെ കൂടെ ഈ മെട്രിക്സിന്റെ കൂടെ ഈ മെട്രിക്സ് ദാറ്റ് ഈസ് ഈ ഒരു മെട്രിക്സ് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ ആൻസർ ദിസ്. അപ്പൊ ഈ 47 എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 02 into 87, ഈ റോയും ഇതിന്റെ റോയും ഇതിന്റെ കോളം 02 into 87, 1 into F2, let us check 02 into 87, okay, multiplication ചെയ്യാൻ ഇത് multiplied by this value. So ഇതിന്റെ ഫസ്റ്റ് റോയും ഇതിന്റെ ഫസ്റ്റ് കോളാണ് ചെയ്യേണ്ടത്. സോ 2 into 87 XOR, ഇവിടെ പ്ലസ് അല്ല, ദാറ്റ് ഈസ് 2 into 87 XOR. ദെൻ നെക്സ്റ്റ് ആ റോയിൽ വരുന്ന 3 into first row, this first column 6E, that is 3 into 6E XOR. Then next വരുന്ന third element 1, fourth element 1 ആണ്. So 1 into 46 XOR 1 into A6. 1 into 46 ആണ് 46 തന്നെ കൊടുത്തു XOR A6. Okay, ഇതെല്ലാം കൂടി XOR ചെയ്യുമ്പോൾ we get value 47. Okay, then next value 37 എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് ഓക്കെ ഈ ഫസ്റ്റ് കോളും അതുപോലെ തന്നെ സെക്കൻഡ് റോയും എടുക്കണം. ഈ 37 വരുന്നത് സെക്കൻഡ് റോ അല്ലേ, അപ്പോ ഇവിടുത്തെ ഫസ്റ്റ് കോളും സെക്കൻഡ് റോ. സോ സെക്കൻഡ് റോ വി ഗെറ്റ് 1 into 2, 1 into 6E, that is 1 into 87 ഫസ്റ്റ് കോളും അടുത്ത സെക്കൻഡ് റോയും 1 into 87 XOR ഇവിടെ വരുന്നത് ഓക്കെ 2 into 6E, that is 2 into 6E XOR 3 into 46, 3 into 46 XOR അവിടെ വരുന്ന 1 ആണ് 1 into A6. സോ വി ഗെറ്റ് ദിസ് സെക്കൻഡ് വാല്യൂ 37. അങ്ങനെ എല്ലാ വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതായത് റോ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഒരു നോർമൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ഇൻറ്റു ഓക്കെ ഇതാണ് ഗാലോയ്സ് ഫീൽഡ് 2⁸ വരുന്ന മെട്രിക്സ്. ഈ മെട്രിക്സ് ഇൻറ്റു നമുക്ക് നെക്സ്റ്റ് ഷിഫ്റ്റ് റോസ് കിട്ടിയ മെട്രിക്സ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദിസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മിക്സ് കോളത്തിൽ നിന്ന് നമ്മളൊരു ന്യൂ മെട്രിക്സ് കിട്ടി. ഓക്കെ, ആ ഒരു മെട്രിക്സ് പിന്നെ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നത് ഈ ഒരു മെട്രിക്സിന്റെ കൂടെ ആ സെയിം മെട്രിക്സ് തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് മിക്സ് കോളം അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂടുതലാണ് ആൻഡ് ഓൾസോ ഇൻവേഴ്സ് മിക്സ് കോളം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ CFP OFP കേസിൽ നമ്മൾ എൻക്രിപ്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഡിക്രിപ്ഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇൻവേഴ്സ് ആണ് ഇതിൽ മിക്സ് കോളത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഫോർത്ത് ആണ് ആഡ് റൗണ്ട് കീ. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് മിക്സ് കോളത്തിൽ കിട്ടുന്ന ഔട്ട്പുട്ട് മിക്സ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് മിക്സ് കോളം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കാം. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് മെട്രിക്സ്. ഓക്കെ, ഇതാണ് 47, 37, 98 ED. ഇതാണ് നമ്മൾ മിക്സ് കോളം ചെയ്ത ഔട്ട്പുട്ട്. ഈ ഒരു ഔട്ട്പുട്ട് ആണ് നമ്മൾ ലാസ്റ്റ് കോളം ആഡ് റൗണ്ട് കീയിലോട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഓക്കെ ആഡ് റൗണ്ട് കീ കൊടുക്കണ്ടോ 37, 47, 96 ED 40. ഈ ഒരു ഇതാണ് നമ്മൾ ലാസ്റ്റ് റൗണ്ട് കീയിൽ കൊടുക്കുന്നത്. ഈ ആഡ് റൗണ്ട് കീയിൽ എന്താ വരുന്നത് വെച്ചാൽ ഒരു 4x4 മെട്രിക്സ് ആയിട്ടുള്ള കീ വരുന്നുണ്ട്. ഈ കീന്റെ കൂടെ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിൽ അതിന്റെ മുമ്പത്തെ സ്റ്റേജ് മിക്സ് കോളത്തിന്റെ ഔട്ട്പുട്ട് കിട്ടിയ ആ ഒരു മെട്രിക്സ് ഉണ്ട്. ഈ ഒരു കീനെ XOR ചെയ്യുക. ഇവിടെ ബിറ്റ് വൈസ് XOR ആണ്. അതായത് ഈ 47 XOR AC ചെയ്താലും EB എന്ന് കിട്ടും. ആ ഒരു ഫോർമാറ്റിൽ XOR ചെയ്യാം. ദ ഫോർവേഡ് ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ ആഡ് റൗണ്ട് കീ 128 ബിറ്റ് സ്റ്റേറ്റ് ആൻഡ് ബിറ്റ് വൈസ് XORഡ് വിത്ത് 128 ബിറ്റ് ഓഫ് ദ റൗണ്ട് കീ. അതായത് നമ്മൾ ബിറ്റ് വൈസ് XOR ആണ്. ദാറ്റ് ഈസ് 47 XOR AC വി ഗെറ്റ് EB. ഇവിടെ ഇൻഡിവിജ്വൽ XOR ആണ് നടക്കുന്നത്. സോ ഫസ്റ്റത്തെ എലിമെന്റ് മാത്രം നോക്കാം. 47 XOR AC. 47 എന്ന് പറയുമ്പോൾ 4, ദാറ്റ് ഈസ് 01004. 7 എന്ന് പറയുമ്പോൾ 0111. AC എന്ന് പറയുമ്പോൾ A എന്ന് പറയുമ്പോൾ 9 വരെയാണ് എലിമെന്റ്സ് ഹെക്സാഡെസിമൽ. പിന്നെ 9 കഴിഞ്ഞ് 10 A എന്നാണ് കൊടുക്കുക. സോ 10 ആണ് A 1010. പിന്നെ 11 ആണ് B, 12 ആണ് C. സോ C എന്ന് പറഞ്ഞാൽ 12, ദാറ്റ് ഈസ് 100 ആണ് നമുക്ക് C കിട്ടുന്നത് AC. സോ 47 47 AC-ക്ക് A C-യും കൊടുത്തു. ഇനി ഇതിന് XOR ചെയ്യുക. 1 XOR 0 will have 1. Then 1 XOR 0 we have 1. 1 XOR 1 we have 0.
Then 0 XOR 1 we have 1. Then 0 XOR 0 we have 1. Same number 0 ആണ് വരിക. 0 XOR 1 we have 1. Then 1 XOR 0 we have 1. 1 XOR 0 we have 1. So we get value this, that is 1 1 0 and 1 0 1 1. 1 1 0 means that is E value. E എന്നാണ് 110 ഒക്കെ കിട്ടുന്നത്. 1011 എന്ന് പറയുമ്പോൾ ബി ആണ്. 1010 പറഞ്ഞാൽ എ, 1011 എന്ന് പറയുമ്പോൾ ബി, 1100 സി ആണ്. സോ 1011 ബി ആണ്. സോ ഇ ബി. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടി. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഈ ഒരു ഈ ഒരു വാല്യൂ നോക്കാം. 37ഉം 77ഉം. ഓക്കെ, 37ല് 3 എന്ന് പറയുമ്പോൾ 0 0 1 1 3 7 എന്ന് പറയുമ്പോൾ 1 0 1 1 1 and also 7 എന്ന് പറയുമ്പോൾ 0 1 1 1 ഇവിടെ അതുപോലെ തന്നെ 0 1 1 1. ഓക്കെ, സോ XOR ചെയ്യുമ്പോൾ 0 1 1 0 1 1 എന്നത് ഇവിടെ ഫുൾ എന്തായിരിക്കും? 0 ആയിരിക്കും. 1 1 1. സോ ദിസ് വിൽ ബി 0. ഇവിടെ വരുമ്പോൾ 1 XOR 1 it will be 0. 1 XOR 1 will be 0. This will be 1 and this will be 0. So 0 1 0 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it will be 4. That is 4. This will be 0. 4 0 എന്നാണ് അത് ഇവിടെ കിട്ടി. That is 4 0. അങ്ങനെ നമ്മൾ ബിറ്റ് ബൈ ബിറ്റ് XOR ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് അതാണ് ആഡ് റൗണ്ട് കീയിൽ വരുന്നത്. കീന് ഇതാണ് കീ. അപ്പൊ കീയും കൊണ്ട് ദിസ് ഇസ് ദ കീ. അപ്പൊ കീയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ XOR. സോ ദിസ് ഇസ് ദ ഫൈനൽ വാല്യൂ. അതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. സൈഫർ ടെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫൈനൽ റിസൾട്ട്. ആഡ് റൗണ്ട് കീയും ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് ആണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ദിസ് ഇസ് അവർ സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, സോ ദ ഫസ്റ്റ് മാട്രിക്സ് സ്റ്റേറ്റ് ആൻഡ് ദ സെക്കൻഡ് മാട്രിക്സ് ദ റൗണ്ട് കീ. ഫസ്റ്റ് മാട്രിക്സ് ആണ് നമ്മുടെ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് പല ട്രാൻസ്ഫോർമേഷനും കഴിഞ്ഞ് വന്ന സ്റ്റേറ്റ് ആണ് ഇത്. ഓക്കെ, സ്റ്റേറ്റ് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, പല രീതിയിലൂടെ പോയ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന്റെ കൂടെ റൗണ്ട് കീ XOR ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് ആസ് ദ cipher text. Okay, next പറയുന്നത് the inverse add round key transformation identical to the forward add round key transformation. Inverse എന്ന് പറഞ്ഞാൽ ഫോർവേഡിന് ഈക്വൽ ആണ്. കാരണം XOR എന്ന് പറയുമ്പോൾ രണ്ടാണെങ്കിലും സെയിം ആണ്. അപ്പോൾ രണ്ടും XOR ചെയ്യാണ്. ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ സിമ്പിൾ ആസ് പോസിബിൾ ആൻഡ് അഫക്ട് എവറി ബിറ്റ് ഓഫ് സ്റ്റേറ്റ്. ഓരോ ബിറ്റ് വൈസ് ആണ് ഇവിടെ ആഡ് റൗണ്ട് കീ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് മാട്രിക്സ് വന്നു. സ്റ്റേറ്റ് മാട്രിക്സ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സ്റ്റേറ്റ് ആക്കി റെപ്രസെന്റ് ചെയ്തു, അതായത് 4x4 മെട്രിക്സ് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് അതിനെ S ബോക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ചെയ്തു. എന്നിട്ട് S ബോക്സിൽ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഇങ്ങനെ കിട്ടി. ദിസ് ഇസ് ദ സ്റ്റേറ്റ് മാട്രിക്സ്. എന്നിട്ട് അതിനെ ഷിഫ്റ്റ് റോസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് റോ ചെയ്യാതെ സെക്കൻഡ് റോയും തേർഡ് റോയും അങ്ങനെ ഓരോന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് സ്റ്റേറ്റ് മാട്രിക്സ് ഈ ഫോമിലായി. ഷിഫ്റ്റ് റോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യുന്നത് മിക്സ് കോൾ ആണ്. മിക്സ് കോളത്തിന് ഈ ഒരു മിക്സ് കോളം മെട്രിക്സ്, ഇതാണ് മിക്സ് കോളം മെട്രിക്സ്. ഇതും ഈ ഒരു മെട്രിക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് കോളം ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. ആ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു റൗണ്ട് കീ മെട്രിക്സ് ഉണ്ട്. റൗണ്ട് കീ മെട്രിക്സും ഈ മിക്സ് കോളത്തിന്റെ ഔട്ട്പുട്ടും തമ്മിൽ ആഡ് റൗണ്ട് കീ, അതായത് XOR ഇൻഡിവിജ്വൽ XOR ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ദിസ് ഇസ് ദ സ്റ്റേറ്റ് മാട്രിക്സ് എൻഡ് ഓഫ് ദ റൗണ്ട്. എൻഡ് ഓഫ് ദ റൗണ്ടിൽ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റ്, സൈഫർ മാട്രിക്സ് ആണിത്. ഓക്കെ, ഇതാണ് ഒരു സിംഗിൾ AES റൗണ്ടിൽ സംഭവിക്കുന്നത്. സിംഗിൾ AES റൗണ്ട് വീണ്ടും അടുത്ത റൗണ്ട് റിപ്പീറ്റ് ചെയ്യും. ഒരു സിംഗിൾ റൗണ്ടിലാണിത്. അങ്ങനെ വീണ്ടും ഈ റൗണ്ടിനെ റിപ്പീറ്റ് ചെയ്ത് 10 റൗണ്ട് ആണ് ഇവിടെ കഴിയുന്നത്. ഓക്കെ, ഇനി കീ എക്സ്പാൻഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീ എക്സ്പാൻഷൻ നമ്മൾ 44, അതായത് നമ്മുടെ കീ 16 ബൈറ്റ് ഉള്ളത് 44 ബൈറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അതാണ് കീ ബൈറ്റ് എക്സ്പാൻഷനിൽ പറയുന്നത്. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്ത് XOR ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ എക്സ്പാൻഷൻ. ഓക്കെ, 0 മുതൽ 43 വരെ. ഓക്കെ, കീന്റെ എക്സ്പാൻഷൻ 0 മുതൽ നമുക്ക് എക്സ്പാൻഷൻ വന്നിട്ട് 0 മുതൽ 43 വരെ വന്നു. അതായത് കീന്റെ സൈസ് 44 ആണ് ഇവിടെ സൈസ് വരുന്നത്. അപ്പോ കീ എക്സ്പാൻഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു G ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദിസ് ഇസ് ദ കീ. ഓക്കെ,
കീ ആണ്. ഈ കീനെ നമ്മൾ ഓരോ വേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഈ വേർഡിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ജി ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എക്സോർ ചെയ്തിട്ടാണ് വാല്യൂ കിട്ടുന്നത്. അങ്ങനെ ഓരോ കീസും, ഇതാണ് ഫസ്റ്റിൽ വരുന്ന കീ, ദെൻ സെക്കൻഡ് വരുന്ന കീ, അങ്ങനെ തേർഡ് വരുന്ന, അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ വരുന്ന കീ ആണ് ഇത്. ഓക്കെ, ഇത്രയാണ് കീനെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മോഡ്യൂൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.